വേറൊരുത്തൻ്റെ ഒപ്പം പോയി. മെനിയാന്ന് മുഖ്യമന്ത്രിൻ്റെ ഒരു പരിപാടി ഉണ്ടായി നീലേശ്വരത്ത്. എല്ലാവർക്കും അനുവദിക്കപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങളൊക്കെ പറയാനുള്ള സംവിധാനം. ഒരു പെണ്ണെണീച്ച് നിന്ന് പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം നടത്തണം സാറേന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് ചോദിച്ചു. സ്ത്രീകളൊക്കെ പീഡിപ്പിക്കപ്പെടുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കൊരു ചാൻസ് കിട്ടുമായിരിക്കും ഒരു പുരുഷ ശാസ്ത്രീ നടക്കാൻ. എന്താ ഇപ്പം നടക്കുന്നത്? 4 മക്കളെ വീട്ടിലിട്ടിട്ട് ഒരു പെണ്ണങ്ങ് ഇറങ്ങിപ്പോയതാ. ഇനി അവൾ വിചാരിച്ചാലേ ഇവൻ്റെ കൂടെ വരാൻ കഴിയും. കോടതി വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനല്ലേ? ന്യൂളെന്നെ വിചാരിക്കണം തിരിച്ചു വരട്ടെ. കോടതി വിചാരിച്ചിട്ടോ ഓളെ കുടുംബം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ പിതാവിന് എന്താ ചെയ്യുക? ആരോടാ പറയുക? അവൻ്റെ ഈ പ്രയാസം, ഈ പ്രശ്നം തീർത്തു കൊടുക്കുക ആരാ? എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞ നിയമം വെക്കണം. രണ്ടാമത് കൊണ്ടുപോയ അവന് ഇവളെ വിവാഹം ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യത്തെ ആൾ തലാക്കല്ലണ്ടേ? ആ തലാക്ക് ചെല്ലണമെങ്കിൽ 10 ലക്ഷം റുപ്യ നഷ്ടപരിഹാരമാണ്. ചോദിച്ചാൽ കേസ് കൊടുക്കുമല്ലോ. പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കരയാ, എൻ്റെ ഓള് തെറ്റിപ്പോയി ഉസ്താദേ, പോണ പോക്കിൽ ഞങ്ങളെ പുരയിലുള്ള കാപ്പാട്ടും 20 പവൻ സ്വർണ്ണം എടുത്താ പോയത്. അവളുടല്ല, അവൻ്റെത്. എന്നിട്ടിപ്പോൾ പോയിട്ട് വിളിച്ച് പറയുന്നത് ആ സ്വർണ്ണം ഒറ്റപ്പോൾ അവൻ തരൂല, 5 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം തന്നാൽ തലാഖിൻ്റെ കത്തിൽ ഒപ്പിട്ടരാണ്. ആരാപ്പം പീഡിപ്പിക്കപ്പെടുന്നത്? ആണുങ്ങളോ പെണ്ണുങ്ങളാ? ആരാ? തലാഖ് എന്ന് പറഞ്ഞൊരു സംവിധാനം ആണുങ്ങൾക്കുള്ളതുപോലെ പെണ്ണുങ്ങൾക്കുണ്ടായെങ്കിൽ എത്രയോ ആണുങ്ങൾ വിധവായി പോവുകയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം ചെറുപ്പം മുതൽക്ക് എന്ന് പറഞ്ഞാൽ വിവാഹ